ഞാൻ അഖിൽ പി ധർമ്മജൻ. ആലപ്പുഴയിലെ പാതിരപ്പള്ളിയിലാണ് വീട്. ഇപ്പോൾ പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല, എഴുത്താണ് പണി. എനിക്ക് മനസ്സിൽ തോന്നുന്നതൊക്കെ നോവലുകളായിട്ടും ചെറുകഥകളൊക്കെ ആയിട്ട് എൻ്റെ റഫ് നോട്ടുകളിലും സാധാരണ നോട്ടുകളിലുമൊക്കെ ഞാൻ മടക്കി വീട്ടിൽ തന്നെ വെച്ചിരിക്കുകയായിരുന്നു. 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഫസ്റ്റ് നോവൽ എഴുതുന്നത്. അത് വായിക്കാനായിട്ട് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അഭിജിത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാവരും എക്സ്പീരിയൻസ് ആദ്യമേ ചോദിക്കുന്നത്. അപ്പോൾ ആരും ഒരു അവസരം തരാത്തത് കൊണ്ട് തന്നെ പിന്നീട് ഞാൻ തീരുമാനിച്ചു സോഷ്യൽ മീഡിയയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ എൻ്റെ സ്വന്തമായിട്ടൊരു പേജ് തുടങ്ങി, കഥ എന്ന് പറഞ്ഞിട്ടുള്ള. പബ്ലിഷേഴ്സ് എൻ്റെ കഥ റിജക്റ്റ് ചെയ്തത് നല്ല കാര്യമായെന്ന് തോന്നി. എന്താണെന്ന് പറയാനായിട്ട്, ഓൺലൈനിലെന്ന് പറയുമ്പോൾ വായിക്കുമ്പോൾ അപ്പം തന്നെ അവർക്ക് റിപ്ലൈ തരാൻ പറ്റും. മലയാളികൾക്ക് എപ്പോഴും പ്രിയമെന്ന് പറയാനായിട്ട് അവർക്ക് അറിയാൻ പാടില്ലാത്ത കാര്യങ്ങളിലൊക്കെ നമ്മൾ എഴുതുവാണെങ്കിൽ അവർ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യും. അത് മനസ്സിലാക്കിയാണ് ഞാൻ ഓജോ ബോർഡ് എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റ് എടുത്തത്. ഓരോ ഭാഗത്തിലും നമ്മൾ ട്വിസ്റ്റുകൾ ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു, വായനക്കാരെ ഞെട്ടിക്കുന്ന രീതിയിൽ. അതുകൊണ്ട് തന്നെ വായനക്കാർക്ക് കൂടുതലായിട്ട് ഇൻട്രസ്റ്റ് തോന്നി തുടങ്ങിയതാണ് ഓജോ ബോർഡ് വായിക്കാനും പിന്നെ കാത്തിരിക്കാനും. എന്ത് ട്വിസ്റ്റാണ് അടുത്ത ഉണ്ടാകുന്നതെന്നും പറഞ്ഞിട്ട് അവസാനം അവർ ഇങ്ങോട്ട് തന്നെ ചോദിച്ചു, ഇതിന് മാത്രം ട്വിസ്റ്റ് എവിടെ നിന്നാണ് അഖിലെന്ന് എനിക്ക് ചോദിക്കുകയുണ്ടായി. നെക്സ്റ്റ് നോവൽ ഞാൻ വായനക്കാർക്ക് തന്നെ വിട്ടുകൊടുത്തു. സാഹസികത വേണോ, ഹൊറർ വേണോ, അതോ ലവ് സ്റ്റോറി വേണോ എന്നും പറഞ്ഞിട്ട് ഞാൻ ഒരു വോട്ടിംഗ് രീതിയിൽ പേജിൽ തന്നെ വെച്ചു. അങ്ങനെ ഏറ്റവും കൂടുതൽ ആൾക്കാർ സാഹസികതയാണ് സെലക്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ മെർക്കുറി ഐലൻഡ് എന്നും പറഞ്ഞിട്ട് എൻ്റെ പുതിയ നോവലുമായിട്ട് ഞാൻ എത്തി. ഇതൊരു സയൻറ്റിഫിക് ഫിക്ഷൻ മോഡൽ നോവലാണ്. പക്ഷേ ഒരുപാട് വിഷമം തോന്നുന്ന വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം ഞാൻ ഓൺലൈനിൽ ജസ്റ്റ് ഒരാൾ എനിക്കൊരു ലിങ്ക് അയച്ചു തന്നു. നോക്കിയപ്പോൾ എൻ്റെ മെർക്കുറി ഐലൻഡ് വേറൊരാൾ കോപ്പി ചെയ്തിട്ടിട്ട് അത് ബ്ലോഗിൽ വിട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ എൻ്റെ വായനക്കാർ അങ്ങനെ തന്നെ വിടാനായിട്ട് വായിച്ചിട്ട് അങ്ങ് പോകുന്ന ടൈപ്പ് വായനക്കാരല്ല എന്ന് എനിക്ക് മനസ്സിലാക്കി തന്ന് എനിക്ക് വിഷുവിനൊരു ഗിഫ്റ്റ് എന്ന രീതിയിൽ എൻ്റെ ഓജോ ബോർഡ് ബുക്കാക്കാനുള്ള പൈസ ഏകദേശമൊക്കെ സമാഹരിച്ച് അവരെ എൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ട് തരികയുണ്ടായി. എൻ്റെ അമ്മേനെ ഞാൻ നിർബന്ധിച്ച് 2 കഥ ചെറിയ ഷോർട്ട് സ്റ്റോറി വായിപ്പിച്ചിട്ടുള്ളതല്ലാതെ ഇതുവരെ എൻ്റെ വീട്ടുകാരും ഞാൻ എഴുതിയതൊന്നും വായിച്ചിട്ടില്ല. ഒരു കമ്പ്യൂട്ടർ വാങ്ങിച്ചു തന്ന് എനിക്കൊരു സപ്പോർട്ട് തന്നതല്ലാതെ എഴുത്തിൽ വലിയ സപ്പോർട്ടൊന്നും ഇല്ല. വായനാശീലമുള്ള ആരും തന്നെ എൻ്റെ കുടുംബത്തിലും ഇല്ല. എന്താണ് അവർ സപ്പോർട്ട് ചെയ്യാത്തതെന്ന് എനിക്കിപ്പോഴും കാരണം അറിയില്ല, എന്തുകൊണ്ടാണെന്ന്. വായനക്കാരിലൂടെ ഉണ്ടായ കൂട്ടുകാർ എന്നെ ക്ഷണിക്കുകയുണ്ടാവുകയും വീട്ടിലൊക്കെ വിളിക്കുകയും ഇപ്പോൾ ഞാൻ അവരുടെയൊക്കെ വീടുകളിലെ ചില അനിയനോ ഇളയ മകനോ ഒക്കെയാണ്. ഞാനിപ്പോൾ പോളിടെക്നിക്ക് കഴിഞ്ഞിട്ട് നിൽക്കുകയാണ്. ഇപ്പോൾ BA ലിറ്ററേച്ചർ സെക്കൻഡ് ഇയർ പഠിക്കുന്നു. അപ്പോൾ എനിക്ക് വീട്ടിലെ അവസ്ഥ വെച്ചിട്ട് എനിക്ക് ജോലിക്ക് പോകാതിരിക്കാൻ പറ്റില്ലായിരുന്നു. അങ്ങനെ ഞാനൊരു വർക്ക്ഷോപ്പിൽ മാസം 1500 രൂപയ്ക്ക് ഞാൻ കയറി. അവിടെ എന്ന് പറയുമ്പോൾ രാവിലെ കയറി കഴിഞ്ഞാൽ രാത്രി 11-12 മണിയൊക്കെ ആകും വീട്ടിൽ വരുമ്പോൾ. പക്ഷേ ജോലിക്ക് കയറി കഴിഞ്ഞാൽ അക്ഷരങ്ങളോട് എനിക്ക് ഗുഡ് ബൈ പറയേണ്ടി വരും. ഇതാണ് എൻ്റെ കഥ. ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കും എന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ എൻ്റെ ഫേസ്ബുക്കിൽ കയറിയിട്ട് അഖിൽ പി ധർമ്മജൻ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ അക്കൗണ്ട് കിട്ടും. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.